പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരീഷ് ചെമ്പക്കര. പ്രാക്ടിക്കൽ മാർഷൽ ആർട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നൊരു സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ആയോധന കല എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 വിധത്തിലേക്ക് മാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ആർട്ട്, ഡിഫെൻസ്, ഒഫൻസ്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് ഞാൻ എൻ്റെ ജീവിത കാലയളവുകളിൽ നേരിടേണ്ടി വന്ന ചില കാര്യങ്ങളും അതിന് ഞാൻ മനസ്സിലാക്കിയെടുത്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതായത് ഒരു യഥാർത്ഥ പ്രൊഫഷണൽ മാർഷൽ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഏകദേശം അറിഞ്ഞിരിക്കണം. ഇതിനകത്തൊരു 10-12 കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഒരുപാട് കാര്യങ്ങളത്തെ കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ബേസിക്കലി നമ്മുടെ ഈ വീഡിയോൻ്റെ ലെങ്ത് വച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമൊക്കെ നമ്മളറിയാമല്ലോ, കുറച്ച് പഠിക്കണ കാലത്ത് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി സ്ട്രീറ്റിൽ ഉപയോഗിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷേങ്കിൽ നമ്മളൊരു ക്ലാസ് എടുക്കേണ്ടി വരുമ്പോൾ കുറച്ചേറെ കാര്യങ്ങളല്ലാതെ നമുക്ക് അറിയേണ്ടി വരും. പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ കൂടുതൽ പ്രൊഫഷണൽ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചേറെ കാര്യങ്ങൾ അതിന് ബാക്കി വേണ്ടി വരും. അങ്ങനെ ഇത്രയും കാലത്തെ എൻ്റെ ഒരു പരിശ്രമത്തിൽ എൻ്റെ ഇതുവരെയുള്ള ജീവിത രീതിയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു പ്രൊഫഷണലായിട്ട് എന്തൊക്കെ ആയിരിക്കണമെന്ന് ഉള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് ഷെയർ ചെയ്യണത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അല്ലെങ്കിൽ പുതിയൊരു പഠിതാവിന് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക്, പ്രാക്ടീസ് കൊടുക്കുന്ന ഒരാൾക്കൊക്കെ തന്നെ കൂടുതൽ ഗുണകരമായിരിക്കും എന്ന് കരുതിയാണ് ഞാനിത് ചെയ്യുന്നത്. ഇതിൽ നമ്പർ 1 പറയുമ്പോൾ, ആയോധന കല പഠിക്കുന്ന ആൾക്ക് അല്ലെ പഠിപ്പിക്കുന്ന ആൾക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ റീഡിംഗ് ആണ്. വായന, നല്ല വിശാലമായ ഒരു വായന ഉണ്ടാവണം. അതിൽ പ്രത്യേകിച്ച് നമ്മൾ ആയോധന കലയുടെ ഹിസ്റ്ററി, അത് നമ്മൾ പഠിക്കുന്ന ആയോധന കല മാത്രമല്ല മറ്റ് ആയോധന കലകളും, ഇത് നമ്മൾ ഗോത്രവർഗ്ഗങ്ങളിൽ നിന്നൊക്കെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നത്. അതുപോലെ ലോഹയുഗം, ശിലായുഗം, ഈ സമയത്ത് അവരുപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം കൂടെ ഒന്ന് സ്റ്റഡി ചെയ്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു പ്രൊഫഷണലായിട്ടൊരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ ആയോധന കലയുടെ ഹിസ്റ്ററികൾ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും. ഇത് ഗുണം എന്നു വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന ആയോധന കല എവിടെ നിന്നാണ് രൂപപ്പെട്ടത്. ഇപ്പം നമ്മൾ പറയുന്നുണ്ട് കളരിപ്പയറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ തനത് ആയോധന കല എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പുറകിലോട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ തമിഴ്നാടിൻ്റെ സിലമ്പാട്ടത്തിലേക്ക് ചെല്ലും. സിലമ്പാട്ടത്തിൽ നിന്ന് അങ്ങോട്ട് പോയെങ്കിൽ അങ്കംപുറയിലേക്ക് പോകും. അങ്ങനെ പുറകോട്ട് പോകണം. അപ്പം നമുക്ക് മനസ്സിലാകണം അതിൻ്റെ വന്ന വഴികൾ എന്തൊക്കെയാണ്, ആരൊക്കെയാണ് ഇത് ഉപയോഗിച്ചിരുന്നത്, അപ്പോൾ അതിൻ്റെ തനത് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് കാണുന്നത്. പിന്നെ പഴയ വീഡിയോകളൊക്കെ നമ്മൾ സെർച്ച് ചെയ്താൽ മനസ്സിലാവും, ഇന്നത്തെ അത്രയും മെയ് പൈറ്റുകളൊന്നും അത്രയും വിശദമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് വഴക്കത്തോടു കൂടി അല്ല ചെയ്തിരുന്നത് നമുക്ക് വ്യക്തമായിട്ട് പിടികിട്ടും. അപ്പോൾ എന്താണ് അന്നത്തേതും ഇന്നത്തേതുമായി വ്യത്യാസം വന്നിട്ട്, എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കലുകൾ വന്നിട്ടുള്ളത്, കൂട്ടിച്ചേർത്ത സമയത്ത് ഈ പറയുന്ന അതിൻ്റെ തനത് മൂല്യം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനൊരു റിസർച്ച് കൂടെ ആണെങ്കിൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് നമ്മുടെ ആർട്ടിനെ നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിന് മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് പറ്റും. അത് തന്നെയല്ല, നിങ്ങൾക്കിപ്പോൾ ഒരു സെമിനാറൊക്കെ വെക്കുകയാണെങ്കിൽ ആ സെമിനാറിലൊക്കെ നിങ്ങൾക്ക് ഇത് വളരെ അത്യാവശ്യമായിട്ട്. അപ്പോൾ ഹിസ്റ്ററി എന്ന് പറയുന്നത് ആയോധന കലയുടെ നട്ടെല്ലാണ് എന്ന് ഞാൻ പറയും. ഈ 2ാം ഘട്ടമായിട്ട് ഞാൻ പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം അനാട്ടമിയും ഫിസിയോളജിയാണ്. ശരീരം എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, എന്തൊക്കെ വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു ധാരണ കൂടുതൽ നല്ലതാണ്. ഇപ്പോൾ കയ്യിലെ താഴത്തെ 2 അസ്ഥികളുണ്ട്, നമ്മുടെ മസിലിൻ്റെ ഭാഗത്ത് ഒരസ്ഥയാണുള്ളത്, അതെങ്കിലും മിനിമം നമ്മൾക്ക് അറിയാമായിരിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ലോക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക. പിന്നെ ബോഡിയുടെ ഓരോ മൂവ്മെൻറ്റുകൾ, ഫിസിയോളജി, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പം അനാട്ടമിയിൽ നമ്മൾ പറയില്ലേ, ഇപ്പോൾ അസ്ഥികൾ എന്തൊക്കെയാണ്, അസ്ഥികൾ നമ്മുടെ ശരീരത്തിന് ബലം നൽകുന്നുണ്ട്, അതുപോലെ ജോയിൻസുകൾ, അങ്ങനെ ഓരോന്ന്, ടെൻഡൻറ്റുകൾ, അതുപോലെ ഓരോന്നും വിശദമായിട്ട് നമ്മൾ പഠിച്ച് അനാട്ടമിയും ഫിസിയോളജിയും പഠിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട് ഇപ്പം ബൈസെപ്സ് എന്താണ്, ട്രൈസെപ്സ് എന്താണ്, അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മളുടെ കൂടെ വരുന്ന ഒരാൾക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ പറ്റും. അത് നമ്മുടെ സ്റ്റുഡൻസിൽ ഉണ്ടാക്കുന്ന ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അത് വളരെ ഗുണകരമാണ്. അപ്പം ഞാൻ എൻ്റെ ഇന്ന മസിൽസ് ഡെവലപ്പ് ആവുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, അവനൊരു ഇത് പറയാതെ ഗുരു തന്നെ അങ്ങോട്ട് നീ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് കൂടുതൽ ഒരു കോൺഫിഡൻസ് കൊടുക്കാനായിട്ട് പറ്റും. ആയോധന കല എന്ന് പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അടിപിടിയിൽ നിന്ന് രക്ഷപ്പെടാനോ സ്ട്രീറ്റ് ഫൈറ്റിനോ മാത്രമുള്ളതല്ല, വ്യക്തിത്വ വികസനം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട സൈക്കോളജിയായി ബന്ധപ്പെട്ട കുറച്ചേറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അത് അവരുടെ ആത്മവിശ്വാസത്തെയും മറ്റു കാര്യങ്ങളെയും ഒക്കെ നമുക്ക് പ്രൊമോട്ട് ചെയ്തെടുക്കാനായിട്ട് കഴിയും. അവരുടെ ഉള്ളിലുള്ള യഥാർത്ഥ സിംഹത്തെ വെളിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഈ കൊടുക്കുന്ന ചൂടും ചൂരും ചേർന്നാണ് അവർ വെളിയിലേക്ക് വരുന്നത്.
അതുകൊണ്ട് തന്നെ ഒരു ഗുരു എന്ന് പറയുമ്പോൾ, ഒരു കാഴ്ചപ്പാട് വരുമ്പോൾ, ഇൻ്റർനാഷണൽ ലെവൽ മാർഷൽ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അനാട്ടമി ഫിസിയോളജിയും അറിഞ്ഞിരിക്കേണ്ടത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു മുട്ടിന് എങ്ങനെയാണ് മുട്ടത് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹാർട്ടിന് എന്താണ് പരിപാടിയുള്ളത്, ഹാർട്ടും ലങ്സും അടുത്തിരിക്കുന്നു, ലങ്സ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബ്രീത്തിങ്ങുമായി കണക്റ്റഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്, അങ്ങനെയെല്ലാം. ഇപ്പോൾ ലിവറിൻ്റെ ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നത്, ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അത്യാവശ്യം ബേസിക്കലി ഉള്ള കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് കുറച്ചുകൂടെ റിച്ച് ആവില്ലേ. അപ്പോൾ എന്തായാലും അനാട്ടമി ഫിസിയോളജി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റഡി ഓഫ് വേരിയസ് മാർഷൽ ആർട്സ് ആണ്, അതായത് മൂന്നാമത്തേത്. അത് നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു കലയിൽ നമുക്ക് പറയണമെങ്കിൽ അതിൽ നല്ല ഡെപ്ത് വേണം. മറ്റുള്ള കലകൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. കാരണം വെച്ചാൽ ഞാൻ അഭിമുഖീകരിച്ച പ്രശ്നമാണ് ഞാൻ പറയുന്നത്. അതായത് പല മാർഷൽ ആർട്ടുകൾ പഠിച്ചിട്ട് വരുന്ന ആൾക്കാർ അത് പരീക്ഷിക്കാൻ ചിലപ്പോൾ തയ്യാറായി എന്ന് വരാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചെന്ന് വരാം. അപ്പോൾ അതിനെക്കുറിച്ച് എൻ്റെ കുഞ്ഞ് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഭയങ്കരമായ കുഴപ്പമുണ്ടാവുക. കാരണം വെച്ചാൽ നമ്മുടെ സ്റ്റുഡൻസിന് നമുക്ക് അഭിമാനം ഉണ്ടാകത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അവർക്കത് കറക്റ്റായിട്ട് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നും കൂടെ വ്യക്തമായിട്ട് അറിയണം. അപ്പോൾ എന്തായാലും ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മളത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു വിഷയം. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ശരിക്കും സ്റ്റഡി ഓഫ് വേരിയസ് മാർഷൽ ആർട്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. കാരണം അതിൽ നമുക്ക് ഓരോ ആയോധനകലയെക്കുറിച്ച് നമ്മൾ ഏകദേശം ഒരു ധാരണയെങ്കിലും മിനിമം നമുക്ക് ഉണ്ടാക്കി വെക്കണം. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മളിപ്പോൾ ചാനലുകളിൽ വീഡിയോ ഇടുന്ന സമയത്തിന് താഴെ വന്നിട്ട് ഈ കല മാത്രമാണ് നല്ലത്, ബാക്കി എല്ലാ കലകളും മോശമാണ്, ഇനി കലയെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്ന കമൻറ്റുകളുണ്ട്. അപ്പോൾ ഒരു ആത്മപരിശോധന നടത്തുക. നമുക്കിപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയണമെങ്കിൽ നമുക്കതിനെക്കുറിച്ച് ധാരണ വേണം. തീർച്ചയായിട്ടും അത് ഒരു ബേസിക് ക്വാളിറ്റിയാണത്. അത് ഈ പറയുന്ന ആൾ കീപ്പ് ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മാത്രം അവനവനോട് തന്നെ ചോദിക്കുക, ഞാനിത് പറയുമ്പോൾ എനിക്ക് ആ കലയെക്കുറിച്ച് അറിയാമോ, ഞാൻ അതിൽ എവിടെ വരെ എക്സ്പേർട്ടാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു പുസ്തകം വായിച്ചിട്ട് ഒരു കലയെക്കുറിച്ച് പറയുന്നതല്ല, അത് നമ്മൾ ചെയ്ത് നോക്കി പരിശീലിച്ച് നോക്കി റിസൾട്ട് കിട്ടി ഒരു റിസർച്ച് പോലെ കൊണ്ടുപോയതിന് ശേഷം അവസാനം നിങ്ങളൊരു റിസൾട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന ആ കാര്യങ്ങൾ ആൾക്കാർ കേൾക്കും. ഇല്ലാത്ത പക്ഷം ഒരേ ഒരു ആർട്ട് ഒരാൾ പഠിച്ചിട്ടുള്ളതെന്ന് കൂട്ടിക്ക്, സപ്പോസ് ഒരേ ഒരു ആർട്ട് പഠിച്ചിട്ടുള്ളൂ, ബാക്കി എല്ലാ ആയോധനകലകളും മൊത്തം തെറ്റാണെന്ന് പറയുമ്പോൾ ആയോധനകലകൾ എത്ര എണ്ണം ഉണ്ട്? അപ്പോൾ അയാൾ പറയുന്ന ബേസിക് കൺസെപ്റ്റ് തന്നെ, അയാളുടെ ആ ഒരു ഭാഷ തന്നെ കംപ്ലീറ്റ് കള്ളത്തരാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറയുന്നതിന് മുന്നേ ഒരു സ്വയം പരിശോധന ചെയ്യുക. ഞാൻ അന്തർദേശീയ നിലവാരത്തിലുള്ള അല്ലെങ്കിൽ അതുപോലുള്ള മാർഷൽ ആർട്ടുകളെക്കുറിച്ച് പറയാനായിട്ട് എനിക്കുള്ള അറിവ് എന്താണ് എന്ന് ചോദിച്ചിട്ട് പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ചില സ്റ്റേജുകളിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പെട്ടുപോകും. കാരണം വെച്ചാൽ പറഞ്ഞത് മുഴുവൻ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തറിയാമെന്നൊരു ചോദ്യത്തിൽ മുങ്ങിപ്പോകാനുള്ളതേ ഉള്ളൂ നമ്മളുടെ വാചക കസരത്തുകൾ മൊത്തം. അപ്പോൾ അതുകൊണ്ട് ഏതൊരു ആർട്ടും പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. സംസാരിക്കുമ്പോൾ ആധികാരികത ഇല്ലാതെ സംസാരിക്കാതിരിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വ്യക്തിത്വത്തിലെ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് വ്യക്തിത്വം കീപ്പ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ കുറച്ചുകൂടി സൈലൻ്റ് ആയിട്ട് ഇതൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും പറയാറില്ലേ, ഒഴിഞ്ഞ കുടമേ ഒച്ചയുണ്ടാക്കൂ എന്നുള്ളത്, അത് മറന്നു പോകരുത്. ഇനിയുള്ളത് നാലാമത്തേത് ഹിസ്റ്ററി ഓഫ് വെപ്പൺസ് ആണ്. ഹിസ്റ്ററി ഓഫ് വെപ്പൺസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു ആയുധം രൂപപ്പെട്ട് വരുന്നത്, നമുക്ക് നമ്മുടെ ഇവിടെ സ്വന്തമായി ഉണ്ടായിരുന്ന ആയുധങ്ങൾ എന്തൊക്കെയാണ്, വെളിയിൽ നിന്ന് നമ്മൾ കടം കൊണ്ട ആയുധങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഷേപ്പ് എന്തുകൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു തല മൂർച്ചയുള്ള വാളുണ്ട്, അതിന് ഭാരം കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അത് ഒരാളെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് എത്രമാത്രം ഇറങ്ങിച്ചെല്ലും, എവിടെ വരെ ഇറങ്ങിച്ചെല്ലും, എവിടെ വരെ മരണസാധ്യത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇനി രണ്ട് വശമുള്ള മൂർച്ചയുള്ള വാളുകളുണ്ട്, അത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് അതിന് വെയിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ രണ്ട് സൈഡിലേക്കും അത് മൂർച്ച ഉണ്ടാക്കാൻ പറ്റും. അപ്പം മൂർച്ചകൾ എവിടെ വരെ ഉണ്ട്, എവിടെ വരെ ആയിരിക്കണം ആ മുറിവിൻ്റെ ഡെപ്ത് എന്നൊക്കെ തീരുമാനിക്കുന്ന ഇതിൻ്റെ മറ്റു കാര്യങ്ങളാണ്. ഇപ്പോൾ കുന്തം ഉപയോഗിക്കുമ്പോൾ കുന്തം കുത്തുവാൻ മാത്രമല്ല, അല്ലാതെ എൻ്റെ ചില സൈഡ് വശങ്ങളൊക്കെ നമ്മൾ പ്രത്യേക രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അത് ഉപയോഗിച്ചത്? ഇപ്പോൾ ഒരു അമ്പും വില്ലും ഉണ്ടാകുമ്പോൾ അമ്പിൻ്റെ തുമ്പ് എന്ന് പറയുന്നത്, അതിൻ്റെ അറ്റം എന്ന് പറയുന്നത് വളഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. തിരിച്ചൂരാതിരിക്കാനാണത്. അതായത് ഒരു കൊത പോലെ അതിൽ കൊടുത്തിരിക്കുന്നത്, ഇങ്ങനെ ഒരു വി തിരിച്ചു വെച്ച മാതിരി. അപ്പോൾ കയറി കഴിഞ്ഞാൽ പിന്നെ ഊരാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില സ്പെഷ്യാലിറ്റികൾ ഓരോ ആയുധത്തിനുമുണ്ട്. ഇപ്പോൾ ഉറുമി കൊണ്ട് മുറിയുമ്പോൾ ഉറുമി കൊണ്ട് വെട്ടുറുമിയുണ്ട്. വെട്ടുറുമി അതിന് വെയിറ്റ് കൂടുതലായിരിക്കും. പിടികിട്ടിയ സാധാരണ ഉറുമി നമ്മൾ വലിച്ചുകൊണ്ടാണ് മുറിവ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ ആയുധം ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള രീതികളും, അപ്പം കുത്തുമ്പോൾ എങ്ങനെയാണ് കുത്തേണ്ടത്, വലിക്കുമ്പോൾ എങ്ങനെയാണ് വലിക്കേണ്ടത്, വെട്ടിയിറക്കുമ്പോൾ എങ്ങനെയാണ് ഇറക്കുക, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ, അത് ലോഹയുഗം വന്നതിന് ശേഷം എന്തൊക്കെ അതിന് മുന്നേ എന്തൊക്കെ ആയുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് എന്നൊക്കെ പഠിക്കുകയാണെങ്കിൽ അത് ഒരുപാട് നിങ്ങളുടെ മാർഷൽ ആർട്ടിൽ മുന്നോട്ട് നയിക്കാനായിട്ട് ഒരുപാട് പ്രയോജനമാകും എന്നുള്ളത് സംശയം വേണ്ട. അഞ്ചാമത്തേത് സയൻസ് ഓഫ് ഫൈറ്റിംഗ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മാറ്റമാണ്. കാരണം എങ്ങനെയാണ് നമ്മൾ സയൻറ്റിഫിക്കായിട്ട്, അതായത് പരിക്കുകൾ കുറച്ച് കൊണ്ടിട്ട് ഒരാൾ ചിന്തിക്കാത്ത വിധത്തിലേക്ക് നമുക്ക് ടെക്നിക്കുകൾ എങ്ങനെ ഉപയോഗിക്കാം
എന്നുള്ളത് പ്രധാനമാണ്. അതിനാണ് ശരിക്കും ആയോധനകല പഠിക്കേണ്ടത്. അതായത് നമ്മുടെ എതിരാളി പ്രതീക്ഷിക്കുന്ന എന്തൊക്കെയാണെന്ന് ഏകദേശം ഒരു ഊഹം വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ വിജയിക്കാൻ പറ്റും. അപ്പോൾ അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു കാര്യം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് സയൻറ്റിഫിക് സ്റ്റഡീസ് വേണം, ഇല്ലാതെ പറ്റില്ല. ഇപ്പം നമുക്കൊരു നാടൻ അടി വരുന്നു, അല്ലെങ്കിൽ റോഡിൽ അടി വരുന്നു, അവിടെ ഈ പറഞ്ഞ പോലെ ഒന്നും പഠിക്കേണ്ടതുണ്ടാവില്ല എന്ന് പറഞ്ഞാലും, പക്ഷെ അവിടെ ഉണ്ടാക്കുന്ന ആഘാതത്തിൻ്റെ അളവ് കൂട്ടാനായിട്ട് പഠിക്കുക തന്നെ വേണം. അതിന് ശാസ്ത്രീയത തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് ആക്യുറേറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പല ട്രിക്കുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കരാത്തേലൊക്കെ ഉപയോഗിക്കുന്ന പല ട്രിക്കുകളും കൈക്ക് ബലം കിട്ടാൻ ഉപയോഗിക്കുന്ന ട്രിക്കുകളായിരിക്കില്ല മൗത്തായിൽ ഉപയോഗിക്കുക. മൗത്തായിൽ ഉപയോഗിക്കുന്ന പലതായിരിക്കില്ല കുങ്ഫുൽ ഉപയോഗിക്കുക. ഇതിൻ്റെ എല്ലാം ഏകദേശം ഒരു സത്ത നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ആ സയൻസ് ഓഫ് ഫൈറ്റിംഗ്. അപ്പോൾ അതിനവരെന്താണ് ബോഡി കണ്ടീഷനിങ്ങിന് എന്താണ് ചെയ്യുക, അതുപോലെ തന്നെ കൈയുടെ വശങ്ങൾ അങ്ങനെ പിടിക്കുന്നുള്ള ഗുണങ്ങൾ എന്താണ്, കൈ ചേർത്ത് പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്താണ്, മൂവ്മെൻറ്റിൽ നമുക്ക് ബ്ലോക്ക് ചെയ്തിട്ട് തട്ടണോ, ബ്ലോക്ക് ചെയ്യുന്ന ഒപ്പം തട്ടണോ, അതോ അതെല്ലാം ഒഴിവാക്കി കയറണോ എന്നുള്ള കുറച്ചേറെ ടെക്നിക്കലി റിച്ച് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഗുരുക്കന്മാർ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് എൻ്റെ കാര്യങ്ങളെയും മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് അത് രസം വെച്ചാൽ നമ്മളിതൊക്കെ ക്ലാസ് എടുക്കുമ്പോഴാണ് കൂടുതൽ ഇതായിട്ട് വരിക. കാരണം നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിനോട് പറയുമ്പോൾ അവരുടെ ആ കണ്ണിൽ ഉണ്ടാകുന്ന ഒരു അത്ഭുതമുണ്ട്. ആ അത്ഭുതമാണ് നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാനായിട്ട് പ്രചോദകമാകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സയൻസ് ഓഫ് ഫൈറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു ക്വാളിഫിക്കേഷനാണ് ഞാൻ പറയുന്നത്. അടുത്തത് ട്രിക്സ് ആൻഡ് ടിപ്സ് ആണ്. ക്ലാസ് രസകരമാക്കാനായിട്ട് ട്രിക്സുകളും വേണം, ടിപ്സുകളും വേണം. ഓക്കെ, അപ്പം നമ്മൾ ചില കാര്യങ്ങളിൽ നമ്മൾ നർമ്മം കലർന്ന് അവർക്ക് ഓർത്തിരിക്കത്തക്ക രീതിയിൽ ചില കാര്യങ്ങൾ പറയുകയും അത് ഈ ട്രിക്സ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ ക്ലാസ് ഉഷാറാവും. ഞങ്ങളുടെ ക്ലാസ്സിൽ ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു കാര്യം അത്. കാരണം നമ്മൾ ട്രിക്സ് വിശദീകരിച്ച് കൊടുക്കുമ്പോൾ ഒരു ട്രിക്ക് കൊടുക്കുമ്പോൾ അവർ ഞെട്ടും. പിറ്റേ ആഴ്ച ആ ട്രിക്ക് പൊളിച്ചിട്ട് അത് ഇത്രയേ ഉള്ളൂ എന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ അവരാകെപ്പാടെ നിരാശരാകും. അതിന് മേളിൽ മറ്റൊരു ട്രിക്ക് കാണിച്ചു കൊടുക്കുമ്പോഴോ, അപ്പോൾ അങ്ങനെ നിരനിരയായിട്ടുള്ള ട്രിക്കുകൾ നമുക്ക് വേണം. അപ്പോൾ അത് ക്ലാസ്സിൻ്റെ എനർജിക്ക് ഒരുപാട് നല്ലതാണ് ട്രിക്സ് ടിപ്സ്. ഇപ്പോൾ ഇന്നത് ചെയ്യുന്ന സമയത്ത് നിങ്ങളിത് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, കേട്ടോ, ഇത് കുറച്ചുകൂടെ ഭംഗിയാവില്ലേ, അപ്പോൾ അവരത് കുറച്ചുകൂടെ ശ്രദ്ധിക്കും. അങ്ങനെ ഓരോരുത്തരെയും ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ എത്ര പേരുണ്ടോ ഓരോരുത്തർക്കും പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ ആണ് ട്രിക്സുകൾ വിജയിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് പറയാറുണ്ട്, കാരണം ഇത് ചെയ്യാൻ പറ്റുമോ പറ്റില്ല നിങ്ങളതിനെ ചെയ്ത് നോക്കാൻ പറയും. അപ്പോൾ അത് അവർക്ക് ഭയങ്കരമായ ഒരു ആവേശം. കാരണം നമ്മൾ ശരിക്കും നമ്മളെപ്പോലെ ഒരാളെ അല്ല സൃഷ്ടിക്കേണ്ടത്, നമ്മളെക്കാൾ നല്ലൊരാളെയാണ് സൃഷ്ടിക്കേണ്ടത്. അപ്പോൾ കൂടുതൽ ഡീപ്പായിട്ട് പറഞ്ഞു കൊടുക്കുവാനും കൂടുതൽ കയറി വരുന്നവർക്ക് കൂടുതൽ കാര്യങ്ങൾ വിശദമാക്കി കൊടുക്കുവാനും കഴിയണം. അപ്പം കഴിവുള്ളിടത്തോളം പഠിപ്പിക്കുന്ന എല്ലാവരും തന്നെ ഈ പണ്ടൊക്കെ ഉണ്ടല്ലോ ഒരു പ്രധാന ശിഷ്യൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അവിടുന്ന് കോച്ച് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറിയപ്പോൾ എല്ലാവരും ശിഷ്യന്മാർ ഒരുപോലെ ഉള്ളൂ. കാരണം നമുക്കൊരു സിലബസ് വരുന്നു, ആ സിലബസ് അവരെ പഠിപ്പിക്കുന്നുള്ളതാണ്. അപ്പോൾ പലർക്കും പല കഴിവുകളായിരിക്കും ഉണ്ടാവുക. ആ കഴിവുകൾ മനസ്സിലാക്കി പഠിപ്പിക്കുമ്പോഴാണ് ഈ വ്യക്തി ശരിയായിട്ടുള്ള കയറി വരിക. അപ്പോൾ അതുകൊണ്ട് ട്രിക്കുകൾ എന്ന് പറയുന്നതും ട്രിക്സ് എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ആയോധനകല. 7th വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൽറ്റ് എന്താണ്, സാഷ് എന്താണ്, അതിൻ്റെ പ്രയോജനം എന്താണ്, യൂണിഫോമിൻ്റെ പ്രയോജനം, ഇതൊക്കെയാണ്. ഒരു പോലീസ് ഓഫീസറാക്കി മാറ്റുന്നതിൽ പ്രധാന ഘടകം 60% മേളിൽ ഞാൻ പറയുന്നത് അയാളുടെ ഡ്രസ്സാണ്. അതുപോലെ തന്നെ ഒരു മിലിറ്ററി ഓഫീസറുടെ കാര്യത്തിൽ എന്തായിരിക്കും, അദ്ദേഹത്തിൻ്റെ ഡ്രസ്സാണ് നമുക്ക് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. എന്ന് പറഞ്ഞ പോലെ തന്നെ ആയോധനകല പ്രാക്ടീസ് ചെയ്യാൻ നമ്മളെ ഒരുക്കണമെങ്കിൽ ഡ്രസ്സിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് ഞാൻ പറയണത്. അപ്പോൾ അത് നമ്മൾ ആ ഇടുന്ന സമയത്ത് നമ്മൾ തന്നെ അറിയാതൊന്ന് നമ്മുടെ ഉള്ളിൽ നിന്നൊന്ന് ഉയർന്നു വരും. ആ ഉയർന്നു വരുന്നതിനാണ് ഡ്രസ്സ് ഉപയോഗിക്കുന്നത്. അത് ഓരോ ആയോധനകലയുടെ രീതിക്കനുസരിച്ചായിരിക്കും ഡ്രസ്സ് വരിക. ബെൽറ്റ് നമുക്കറിയാം, കരാത്തെ പോലുള്ള കാര്യങ്ങളിലാണ് ബെൽറ്റ് ഉപയോഗിക്കുന്നത്. അത് കട്ടിയുള്ളതാണ്. എന്നാൽ കുങ്ഫു പോലുള്ള വഴക്കമുള്ളതാണ്, കളരിപ്പയറ്റ് വഴക്കമുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനെപ്പോഴും നല്ലത് സാഷുകളാണ്. കച്ച എന്ന് പറയുന്ന അതേ രീതിയിലുള്ള സംഗതികളായിരിക്കും അതിന് വഴങ്ങുന്നത്. ഇനി നമ്മളിപ്പോൾ ബെൽറ്റ് എന്ന് പറയുമ്പം പല രീതിയിലുള്ള ബെൽറ്റുകളുണ്ട്. അതായത് നമ്മൾ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചേറെ സിലബസുകൾ പെർഫെക്റ്റ് ആയിട്ട് വർഷങ്ങൾ കൊണ്ട് പ്രാക്ടീസ് ചെയ്തെടുക്കുമ്പോൾ തരുന്നതാണ് ബെൽറ്റ്. അത് ഗുരു ഒരു ഗിഫ്റ്റ് പോലെ കൊടുക്കുമ്പോൾ താൻ ഇത്രയും പഠിച്ചു എന്നുള്ളൊരു സന്തോഷം ഉണ്ടാകാൻ വേണ്ടി കൊടുക്കുന്നതാണ് അത്. ബെൽറ്റ് കെട്ടി നിങ്ങൾക്ക് ടെക്നിക്കുകൾ അറിയില്ല, നിങ്ങൾ വളരെ നാമമാത്രമായിട്ടാണ് പരിശീലിക്കുന്നതെങ്കിൽ അതെന്നായാലും ഒരിക്കൽ ഒരു പബ്ലിക് സദസ്സിന് മുന്നിൽ വരുന്ന സമയത്ത് ആ സദസ്സിൽ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലായിക്കോളും നിങ്ങൾക്ക് എത്ര ഡെപ്ത് ഉണ്ട്. അത് അവർ പറഞ്ഞു തന്നോളൂ. അത് നിങ്ങളെ ക്ലാസ്സിനെ ബേസ് ചെയ്ത് വരുമ്പോഴത്തേക്ക്, അതായത് ചെറിയ സമയം കൊണ്ട് പഠിച്ച് ബെൽറ്റ് വളരെ ഈസി ആയിട്ട് കാശ് കൊടുത്താലൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ മേടിച്ച് വെക്കുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പെർഫോമൻസ് മോശമാണെങ്കിൽ ആൾക്കാർക്ക് കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും. ഇതൊക്കെ കാലം തെളിയിക്കേണ്ട കുറച്ചേറെ കാര്യങ്ങളാണ്. കാലം തെളിയിക്കുക തന്നെ ചെയ്യും, തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബെൽറ്റ് കെട്ടുക എന്നുള്ളത്, ബെൽറ്റ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ബെൽറ്റും ഡ്രസ്സും വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം ചില ഡിസിപ്ലിൻസും കുട്ടികൾക്കുള്ള ആത്മവിശ്വാസവും ഒക്കെ നമുക്ക് കൊടുക്കാനായിട്ട് കഴിയുമെങ്കിലും ഈ ബെൽറ്റ് കൊണ്ട് വളരെ വർണ്ണമേറിയ ബെൽറ്റുകളൊക്കെ കെട്ടി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു സാധനം വരുന്നത്, നിങ്ങളുടെ തലേന്ന് ഒരു സാധനം വരുന്നില്ലെങ്കിൽ ഈ ബെൽറ്റിനും ഡ്രസ്സിനും ഒന്നിനും വിലയുണ്ടാവില്ല.
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്രമാത്രം ഭംഗിയായിട്ട് അത് ചെയ്യാൻ കഴിയുന്നോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് ആദ്യം വേണ്ടത് പഠിത്തവും പരിശീലനവുമാണ്. അതിന് ശേഷമുള്ള മൂന്നാമത്തെ കാര്യമാണ് ബെൽറ്റ്. അതുകൊണ്ട് ബെൽറ്റിന് ഇമ്പോർട്ടൻസും ഡ്രസ്സിന് ഇമ്പോർട്ടൻസും കൊടുക്കുന്നവരെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കാരണം ആ ബെൽറ്റും ഡ്രസ്സും അവരുടെ പേരും ഒക്കെ തന്നെ നമുക്ക് നാളെ പെട്ടെന്ന് കുറിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ അവരെ ഒഴിവാക്കണമെങ്കിൽ പെട്ടെന്ന് ഒഴിവാക്കാൻ ആ ബെൽറ്റും ഡ്രസ്സും നമുക്ക് ഉപയോഗിക്കാം. മറിച്ച് കഴകത്തുള്ള ഒരാളാണെങ്കിൽ, കഴിവുള്ള ഒരാളാണെങ്കിൽ അയാൾ വർഷങ്ങൾ കൊണ്ട് നേടിയെടുക്കുന്നതായിരിക്കും ആ ബെൽറ്റ്, ഡ്രസ്സ്. അത് അയാൾക്ക് ജീവിതകാലം മുഴുവൻ ഒരു പക്ഷേ അടുത്ത തലമുറയിലേക്ക് വരെ പകരാനായിട്ട് അത് സഹായകമാകുമെന്നതിൽ സംശയം വേണ്ട. അപ്പോൾ ക്വാളിറ്റി ആണ് നമുക്ക് വേണ്ടത്, ക്വാണ്ടിറ്റി അല്ല. എട്ടാമത്തെ നമ്മൾ പറയുന്നത് ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ. എന്ത് കഴിക്കണം, എന്ത് കഴിക്കുക. ഇപ്പം വണ്ണമുള്ള ആൾക്കാർ വരുന്നുണ്ടാവും, വണ്ണം കുറഞ്ഞ ആൾക്കാർ വരുന്നുണ്ടാവും, ആരോഗ്യം കുറവുള്ളവരുണ്ടാവും, ആരോഗ്യം കൂടുതലുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് എന്തൊക്കെ ഭക്ഷണം കഴിക്കണം, എന്തൊക്കെയാണ് അവർ ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ, എപ്പോൾ ഉണരണം, എങ്ങനെ ചെയ്യണം, ഇതെല്ലാം ഒരു ഗുരുവിൻ്റെ കീഴിൽ പഠിക്കുമ്പോൾ അയാളുടെ ഉത്തരവാദിത്വം തന്നെ പഠിപ്പിക്കുക എന്നുള്ളത്. അത് ചെയ്യുക എന്നുള്ളത് സ്റ്റുഡൻറ്റിൻ്റെ ആവശ്യം കൂടിയാണ്. അയാൾക്ക് കറക്റ്റായിട്ടത് പാലിക്കുക തന്നെ വേണം. അപ്പോൾ അങ്ങനെ പാലിച്ചു പോകുന്ന ഒരു ബാച്ചാണെങ്കിൽ ആ ബാച്ച് ഭയങ്കര സ്ട്രെങ്ത് ഉള്ള ബാച്ചായിരിക്കും. ഇനി മറിച്ച് മടിയന്മാരായിട്ടുള്ള കുറച്ച് പേരാണ്, അവരെന്ത് പറഞ്ഞാലും ചെയ്യില്ലെങ്കിൽ ആ ബാച്ച് വളരെ മോശമാകും. അത് നല്ലതായിട്ട് പഠിക്കുന്ന 1-2 പേരുണ്ടെങ്കിൽ അവരുടെ ജീവിതം നശിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവരെ എല്ലാവരെയും സ്ട്രിക്റ്റ് ആയിട്ട്, അതിന് സ്ട്രിക്ട്നെസ്സിന് വേണ്ടിയിട്ട് ഗുരുക്കന്മാർ ഉപയോഗിക്കുന്ന പല മെത്തേഡുകളുണ്ട്. ആ മെത്തേഡുകളെല്ലാം ഉപയോഗിച്ച് ചിലരെ വഴക്ക് പറഞ്ഞാലേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ, ചിലർക്ക് 2 അടി കൊടുത്താലേ മനസ്സിലാവുള്ളൂ, ചിലരോട് മര്യാദക്ക് പറഞ്ഞാൽ മനസ്സിലാവും, ചിലരോട് വെറുതെ ഒരു നോട്ടത്തിൽ അവർ മാറും. അപ്പോൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ശിഷ്യന്മാരുണ്ട്. അത് പല ഗുരുക്കന്മാർക്കും വളരെ വിശദമായിട്ട് അറിയാവുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട രീതിയിൽ നമ്മൾ പ്രതികരിച്ചുകൊണ്ട്, എന്തായാലും നമ്മുടെ പിള്ളേരെല്ലാം നല്ല മിടുക്കന്മാരായി വളരണമെന്നുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ടെക്നിക്ക് ഉപയോഗിച്ച് ഇവരെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം വളരെ സിമ്പിളായിട്ട് നമ്മൾ തള്ളേണ്ട കാര്യമില്ല. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഓർത്ത് വെക്കുക. പിന്നുള്ളത് ബ്രീത്തിങ് ആൻഡ് മെഡിറ്റേഷൻ ആണ്. ഒമ്പതാമത്തെ ബ്രീത്തിങ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് വ്യക്തമായിട്ടറിയാം, ശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ വളരെ ഡീപ്പായിട്ട് നമുക്ക് ആയോധനകല ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ശ്വാസകോശത്തിൻ്റെ പ്രത്യേകതകൾ, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡീപ്പായി നമുക്ക് പഠിക്കാൻ പറ്റും. ശരശാസ്ത്രം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാം. അത് പഠിച്ചു വരുന്ന സമയത്താണ് നമുക്ക് പല ട്രിക്കുകളും മനസ്സിലാവുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞപ്പോൾ നമ്മൾ മർമ്മ പഠിക്കുന്നു. മർമ്മ എന്ന് പറയുന്നത് ഒരു ഹയർ സ്റ്റഡിയാണ്. ഹയർ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ആയോധനകല ഒരു മിനിമം ഒരു 8 വർഷമൊക്കെ പഠിച്ചതിന് ശേഷം പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഡയറക്റ്റ് ഒരിക്കലും നമ്മൾ മർമ്മ പഠിക്കരുത്. കാരണം വെച്ചാൽ ആ പഠിക്കരുതെന്ന് പറയാൻ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെങ്കിൽ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഓരോ സ്റ്റെപ്പിലും ഓരോ ചുവടുകളും റെഡിയായി എല്ലാം കൃത്യമായി അനാട്ടമി ഫിസിയോളജി, ഞാൻ ഈ പുറകോട്ട് പറഞ്ഞ എല്ലാ സ്റ്റെപ്പുകളും കയറി വരുന്ന ഒരാൾക്ക് കൊടുക്കേണ്ട ഗിഫ്റ്റാണ് മർമ്മം എന്ന് പറയുന്നത്. മർമ്മം എന്ന് പറയുമ്പോൾ തന്നെ അത് നേരെ മർമ്മ പഠിപ്പിക്കലല്ല. 96 തത്വങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ട് കുറച്ചേറെ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം പഠിച്ച് നമ്മുടെ കണ്ണ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, മൂക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പഴയ അനാട്ടമി ഫിസിയോളജി ഉണ്ട്. ഇതെല്ലാം പഠിപ്പിച്ചെടുത്ത് അവരെ നല്ല തലയിൽ വല്ലോ ആൾതാമസമുള്ള ആളാക്കി മാറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, എൻ്റെ പോയിന്റ് പറഞ്ഞു കൊടുക്കാവുള്ളൂ. പോയിന്റ് പറഞ്ഞു കൊടുത്താൽ തന്നെ ആ പോയിന്റിൻ്റെ പേരിൻ്റെ അർത്ഥം എന്താണ്, അതെന്താണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അവിടെ ഇപ്പോൾ ഒരു മർമ്മ പോയിന്റിൽ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തി ബോധം കെട്ട് വീഴും അല്ലെങ്കിൽ വോമിറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണ് ആ പോയിന്റിൽ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അയാൾ വോമിറ്റ് ചെയ്യുന്നത്, അത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അങ്ങനെ പഠിപ്പിച്ചാൽ എന്തായിരിക്കും, സയൻസ് വേറെ ലെവലിലേക്ക് മാറുക ചെയ്യണത്. നല്ല ഡെപ്തുള്ള ആൾക്കാരുണ്ടാവില്ലേ. അപ്പോൾ അവിടെ നമ്മുടെ ശ്വാസഗതിയിൽ എന്താണ് സംഭവിക്കുക, അയാളുടെ കണ്ണ് മറിഞ്ഞു പോയി. ഇനി എന്തുകൊണ്ടാണ് അവിടെ കണ്ണ് മറിയാനുള്ള ഒരു സാധ്യത, അയാളുടെ ബോധം പോയി. അവിടെ ഇടിച്ചാൽ ബോധം പോകുമോ? ഇപ്പം നട്ടലിൻ്റെ താഴെ നമ്മളൊരു ഒറ്റ ഇടിച്ചു, ആളുടെ ബോധം പോയി എന്ന് പറയുമ്പോൾ ആ പോയിന്റ് എന്താണെന്നും എങ്ങനെയാണ് അയാൾക്ക് ബോധം പോയതെന്നും ആ ബോധത്തെ തിരിച്ചെടുക്കാനുള്ള മാർഗ്ഗം കൂടെ പഠിപ്പിക്കുമ്പോഴാണ് മർമ്മ അതിൻ്റെ ഹയർ ലെവലിലേക്ക് വരുന്നത്. അല്ലെ നിങ്ങളൊരു മർമ്മ ടെക്നീഷ്യനാണെന്ന്, മർമ്മ അറിയാമെന്ന് വെച്ചാൽ പിന്നെ ഞാൻ മർമ്മാണിയാണെന്ന് പറയും. പക്ഷേ ആ മർമ്മാണി ആയിരിക്കില്ല, അയാൾ ആദ്യത്തെ ഒരു ഭാഗം കൊണ്ട് തന്നെ അയാൾ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ പഠിക്കുന്നത് എന്തും കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടും, നമുക്കൊന്നും അറിയില്ല, ഇനിയും പഠിക്കാനും അറിയാനുമുള്ളതാണ് എല്ലാം എന്ന് മനസ്സിലാവും. ഓക്കെ, ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ പറയുന്ന 10ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഒരാൾ നമ്മളുടെ ഒരു ഗുരു പറയുമ്പോൾ പോലും ഒരു സെൽഫ് സ്റ്റഡി ആവശ്യമാണ്. സ്വതന്ത്രമായിട്ട് അത് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ, ഗുരു പറഞ്ഞത് ഗുരുവിനെ ധിക്കരിക്കുകയല്ല, നമ്മുടെ ഒരു ബുദ്ധിക്കനുസരിച്ച് അത് പറ്റുന്നുണ്ടോ. പലതും നമ്മുടെ മാർഷൽ ആർട്ടിൻ്റെ വീഡിയോകളിൽ പലതും ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾ പിഴിഞ്ഞെണ്ണ എടുക്കുന്ന അങ്ങനെ സാധ്യതയുണ്ടോ. അപ്പോൾ അതിനെന്താണ് അവരുപയോഗിക്കുന്നത്. ചില കളികളൊക്കെ നമ്മൾ ഫേക്ക് മാർഷൽ ആർട്സ് എന്ന് പറഞ്ഞൊരു വീഡിയോ തന്നെ ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് കണ്ടാൽ മനസ്സിലാവും പലതും ചില കളികൾ കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ശരിയാണോ? അങ്ങനെ എല്ലാം നമ്മുടെ യുക്തിക്കും നമ്മുടെ ബുദ്ധിക്കും നിരക്കാത്തതൊന്നും തലയിൽ കയറ്റി വയ്ക്കരുത്. കാരണം ഞാൻ പണ്ട് ചൈനീസ് കുങ് ഫു പഠിച്ച സമയത്ത് തിരിഞ്ഞിട്ട് ഇങ്ങനെ ചൂണ്ടുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചാശനി എന്തിനാ ഈ ചൂണ്ടുന്ന ഈ സംഗതി ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു അതങ്ങ് ചൂണ്ടിയാൽ മതി, വേറെ ഒന്നും അറിയണ്ട. അതൊക്കെ പ്രശ്നമാണ്.
മനസ്സിലായോ? അങ്ങനെയുള്ള ഒരു കാര്യം തലയിൽ കയറ്റരുതേ, നിങ്ങളുടെ ഉള്ള ബോധത്തോടെ പോകും. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടൊന്ന് ഹോംവർക്ക് ചെയ്ത് നമുക്ക് അനുകൂലമായ സ്ഥിതിയിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ആയോധന കല നമുക്ക് വഴങ്ങുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാം, അതാണ് ഓരോരുത്തരെയും ഓരോരുത്തരാക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസ്സിൽ പോകുന്ന സമയത്തൊക്കെ കൂട്ടും കൂടിയൊക്കെ പോയി പഠിച്ച് പലതും കൂട്ടാണ് എന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതാദ്യം തുടങ്ങും, പിന്നെ കൂട്ടുകൂടി കമ്പനി അടിച്ച് വെള്ളം അടിക്കാൻ പോകും. അങ്ങനെ പോകുന്ന കുറച്ചേറെ സംഗതികൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി മറിച്ച് എന്താണ്, ഒറ്റയ്ക്ക് പോവുക. നിങ്ങൾ കഴിവുള്ളിടത്തോളം നിങ്ങൾ പഠിക്കാൻ പോകണമെങ്കിൽ നിങ്ങളായിട്ട് പോവുക. പോയിട്ട് അതിൻ്റെ സാരാംശം, നമ്മളൊരു സ്പോഞ്ച് എങ്ങനെ വെള്ളം ഒപ്പിയെടുക്കണം അതുപോലെ ഗുരുനാഥൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ഏറ്റെടുക്കുക. തിരിച്ചു വന്നിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. പലതരത്തിൽ ചിന്തിച്ച് ഉരുക്കഴിച്ചെടുക്കുന്ന ഈ സ്വർണ്ണം നമ്മൾ മൂശയിലിട്ട് തങ്കമാക്കി എടുക്കണ മാതിരി അത്രമാത്രം ശുദ്ധമാക്കി എടുക്കുന്ന രീതിയിലേക്ക് മാർഷൽ ആർട്ടിനെ കുറിച്ചും അതിൻ്റെ ചിന്തകളെക്കുറിച്ചും വരണം. അപ്പോൾ അത് നമ്മുടെ ബ്ലഡിലായി കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയൊരു ലോകം നിങ്ങൾക്ക് തുറക്കുന്ന കാണാൻ പറ്റും. അത് നമ്മുടെ രീതിയാക്കി മാറും. ഇപ്പോൾ ആശാൻ വണ്ണമുള്ള ഒരാളാണ്, അയാൾ ചെയ്യുന്നവരായിരിക്കില്ല ഞാൻ ചെയ്യേണ്ടത്. എനിക്ക് എൻ്റേതായ ചില രീതികൾ ഡെവലപ്പ് ചെയ്യേണ്ടി വരും. അപ്പം എൻ്റേതായ ഒരു ക്ലാസ് എന്ന് നമ്മൾ പറയത്തില്ലേ, ആ ഒരു ക്ലാസ്സിലേക്ക് വേണം. അപ്പോൾ ഒരു സിംഹം ഒറ്റയ്ക്ക് നടക്കുന്ന മാതിരി, വേറെ ആരെയും കൂട്ടില്ലാതെ അവൻ ആരെയും കൂസാതെ നടക്കുന്ന മാതിരി, അഹങ്കാരം കൊണ്ടല്ല എളിമ കൊണ്ടിട്ട് അങ്ങനെ നടക്കുന്ന രീതിയിലേക്കൊന്ന് വരികയാണെങ്കിൽ കുറച്ചുകൂടി മാർഷൽ ആർട്ട് നല്ല രീതി വരും. അങ്ങനെ വന്നിട്ടുള്ളവരാണ് ചരിത്രത്തിൻ്റെ ഭാഗമായി ലെജൻസ് എന്നൊക്കെ നമ്മൾ വിളിക്കില്ലേ, അങ്ങനെയുള്ളവർ അങ്ങനെ വന്നിട്ടുള്ളവരാണ്. അപ്പം ഞാൻ പറയുന്നത് വളരെ വ്യക്തമായിട്ട് വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞു തീർത്തെങ്കിലും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മൾ ഓരോരുത്തർക്കും വളരെ കുറച്ച് സമയമേ ഭൂമി ജീവിക്കാനുള്ളൂ. അതിനകത്ത് നമ്മൾ പഠിക്കുന്നതും അറിയുന്നതും മനസ്സിലാക്കുന്നതും പ്രദർശിപ്പിക്കുന്നതുമായ പല വിദ്യകളും തീർച്ചയായിട്ടും അതിന് കണ്ണിങ്നെസ് ഉണ്ടാവണം, അല്ലെങ്കിൽ അതിന് ക്വാളിറ്റി ഉണ്ടാവണം, അതിന് കോർ ഉണ്ടാവണം എന്നൊക്കെ ഞാൻ പറയും. ഇങ്ങനെ പഠിപ്പിക്കുവാണെങ്കിൽ അടുത്ത തലമുറ നമ്മൾ നശിപ്പിക്കുകയല്ല, നന്നാക്കുകയാണ്. അങ്ങനെ വരുന്നവരാണ് നമ്മൾ മാർഗ്ഗദീപങ്ങൾ എന്ന് വിളിക്കുന്നത്, ഗുരുക്കന്മാർ എന്ന് വിളിക്കുന്നത്. അല്ലാത്ത ആരെയും നമുക്ക് ഗുരുക്കന്മാരെന്ന് പറയാൻ കഴിയില്ല, ആശാന്മാരെന്നൊന്നും നമുക്ക് വിളിക്കാൻ കഴിയില്ല. കാരണം ഈ ക്വാളിറ്റിയൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഒരിടത്ത് പോയി പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് ഗുണം ഉണ്ടാവും. കാരണം അല്ലാതെ നമ്മൾ ഒരുപാട് പേര് പഠിച്ച് നമ്മൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച് വരുന്ന ഒന്നും ആയിരിക്കില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ല ആർട്ട്, അവരുടെ കയ്യിലുള്ളതാണ് ആർട്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമ്പോഴാണ് ആർട്ട് നമുക്ക് അനുഭവവേദ്യമായി മാറുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഒരു ചെക്ക് ലിസ്റ്റ് പോലെ നിങ്ങളുടെ ഇപ്പോൾ 10 വെച്ച് കഴിഞ്ഞാൽ പലതും ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. എങ്കിലും ഇതൊരു ചെക്ക് ലിസ്റ്റ് പോലെ വയ്ക്കുക. നിങ്ങൾക്ക് എന്തറിയാം എന്തറിയില്ല എന്നും നമ്മളോട് പറയുന്ന ആൾക്ക് എന്തറിയാം എന്തറിയില്ല എന്നും ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻസ് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.